ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച് കോടതി. തിരുവനന്തപുരം CJM കോടതിയുടെ ഉത്തരവ് പിതാവിന്റെ ഹർജിയെ തുടർന്ന്. പിതാവ് നൽകിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്ന് കോടതി CBIക്ക് നിർദ്ദേശം നൽകി. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോടതി. ജസ്നയുടെ പിതാവ് ജെയിംസ് സമർപ്പിച്ച ഹർജിയിലാണ് തിരുവനന്തപുരം CJM കോടതിയുടെ ഉത്തരവ്. പിതാവ് നൽകിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്ന് കോടതി CBIക്ക് നിർദ്ദേശം നൽകി. മുദ്രവെച്ച കവറിൽ നൽകിയ തെളിവുകൾ അന്വേഷണ ചുമതലയുള്ള SP-ക്ക് കോടതി കൈമാറി. കേസിൽ രണ്ടുപേരെയാണ് സംശയിക്കുന്നതെന്ന് ജസ്നയുടെ പിതാവ് ജെയിംസ് പ്രതികരിച്ചു. തന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകൾ കൈമാറിയിട്ടുണ്ട്. കോടതി വിധിയിൽ പ്രതീക്ഷയുണ്ടെന്നും അന്വേഷണ വഴിതെറ്റിക്കാൻ പല ഘട്ടങ്ങളിലും ശ്രമമുണ്ടായെന്നും അദ്ദേഹം പ്രതികരിച്ചു. തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞ ഒരു പെറ്റീഷൻ കൊടുക്കുമ്പോൾ കോടതി എന്തായാലും അതിന് അനുകൂലമായിട്ട് വിധിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും വിധി സ്വാഗതാർഹമാണ്, സന്തോഷമുണ്ട്. തുടരന്വേഷണം അതിന് വേണ്ട ചില സൂചനകൾ ഞാൻ പ്രത്യേകം കൊടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അന്വേഷണ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അന്വേഷണം അവർ CBIയുടെ SP-യുടെ ഞാൻ അത് രഹസ്യ ഫയലുകൾ കൊടുക്കാവുന്ന കോടതിയിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പത്രക്കാർക്കോ ഒന്നും പെട്ടെന്ന് കിട്ടണമെന്നില്ല. കോടതിയിൽ ഞങ്ങൾ വെച്ചിരിക്കുന്നത് അതീവ രഹസ്യമായിട്ട് CBIയുടെ SP-യെ തന്നെ ഏൽപ്പിക്കണം. അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അന്വേഷണം. നമ്മളൊരു സംശയത്തിൻ്റെ നേരിൽ ഒരാളെ തെളിയുന്നവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ തെളിയുന്നവരെ നമ്മൾ ആ രീതിയിൽ തന്നെ ചിന്തിക്കണം. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാഡത്തിൻ്റെ മാത്രമേ കയ്യിലേ കൊടുക്കുകയുള്ളൂ, SP-യുടെ കയ്യിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ അന്വേഷണം നടക്കുകയുള്ളൂ. പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ നിന്ന് 5 വർഷം മുൻപ് കാണാതായ ജസ്ന മരിയയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ലെന്നും മരിച്ചുവെന്ന് വ്യക്തമല്ലെന്നുമാണ് കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ CBI പറഞ്ഞത്. ജനം, തിരുവനന്തപുരം.